ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ പറയുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഈ വീഡിയോ നമുക്ക് സജഷൻ വീഡിയോ ആണ്, അതാണ് മെയിൻ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ സജഷൻ വന്നപ്പോൾ പറഞ്ഞു ഇത് അല്ലു അർജുൻ്റെ ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞു. അല്ലു അർജുൻ്റെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാരണം പുഷ്പ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അല്ലു അർജുന്റെ വേറൊരു വീഡിയോ കണ്ടിട്ടില്ല. അങ്ങനെ വേറെ ഒന്ന് വീഡിയോ അപ്പം എന്താന്നുള്ള അറിയില്ല. അപ്പൊ പിന്നെയാണ് പറഞ്ഞത്, അപ്പൊ അതിനകത്താണ് കണ്ടത് കൊക്കക്കോള ആഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കൊക്കക്കോളയുടെ ആഡ് അതൊരു സോങ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം നമ്മളൊന്ന് വെറുതെ ഒന്ന് പോയിട്ട് അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ന്യൂസൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി അത് കൊക്കക്കോളയുടെ ആഡ് അത് നമ്മൾ സോങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അർമൻ മാലിക്കാണ് പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലു അർജുൻ വിഷ്വലിൽ വരുന്നുമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിലൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിലൊരു ട്രീ ബി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ബാൻഡ്, സൗത്ത് കൊറിയയിലുള്ളൊരു മ്യൂസിക് ബാൻഡാണ്. ഒരു 7 ഗേൾസ് ആണെന്ന് തോന്നുന്നു. അവര് 7 പേര് ചേർന്നിറങ്ങുന്ന ഒരു അവരും കൂടി വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനത് കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ എന്താ എനിക്ക് എവിടെയോ കണ്ടിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞിരുന്നു എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ട സമയത്ത്. അങ്ങനെയാ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയോ മനസ്സിലായത്. എന്തായാലും ലൈക്ക് അവരൊരു ഐഡൽസിനെ പോലെ കാണുന്നുണ്ട് കുറെ ആളുകൾ. ഓക്കെ, പിന്നെ എന്താ പറയാ നമുക്ക് നേരെ അറിയില്ല, ഇത്രയൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പം കണ്ട കാര്യങ്ങളാണ്. അപ്പം പാട്ടിന്റെ പേര് മീമു വായിക്കുന്നത് മേമു ആഗാമു എന്നാണ് പറയുന്നത്. അപ്പൊ FT അല്ലു അർജുൻ, അർമാൻ മാലിക്, പിന്നെ ട്രീ ബി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ നമുക്ക് എന്തായാലും കാണാം പ്രോപ്പർ ആയിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുഖസാദൃശ്യമാണ്, അല്ലാണ്ട് വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാം അല്ലേ? നമുക്ക് എന്തായാലും വീഡിയോ കാരണം നിങ്ങളിൽ ചിലവരെ കാണാൻ സാധ്യതയില്ല ഇല്ലേ? കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പൊ അത് നമുക്ക് ശരിക്കും നമ്മൾ തന്നെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് സജഷൻ വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓക്കെ അന്ന പിന്നെ ഒന്ന് നോക്കി കളയാന്നുള്ള. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് പോകാം. യെസ്, ഇതൊരു സോങ് ആട്ടോ. റെഡി? കോക്ക് സ്റ്റുഡിയോ കോക്ക് എഴുതിയിട്ടുണ്ട് ബാക്കില്. കോറിയോഗ്രാഫി അതുപോലെ. ഏയ് അർമാൻ, ഏയ് വരുന്നുണ്ട്. പൊളി. സ്റ്റെപ്പ് ഉണ്ടോ? മറ്റേതുണ്ട് കേട്ടോ, കൊക്കക്കോളയുടെ മേമു ആഗം അല്ലെ? യെസ്. എത്ര 7 പേരാണോ? അല്ലേ? അതെ, 6 പേരാണ്. അവര് പാടും എല്ലാം. നല്ലൊരു കൊളാബറേഷൻ അല്ലേ? നല്ല മൂവ്സ്. പൊളി. ആ സംഭവം നല്ല സ്വാമി സ്റ്റെപ്പ്. അത് പറഞ്ഞായിരുന്നല്ലേ? പൊളി. നന്നായിട്ടുണ്ട്.
യെസ് ദ റിയൽ മാജിക് എന്നല്ലേ. ഓക്കെ, അതായത് ഭയങ്കര ഒരു പവർ പാക്ഡ് ആയിട്ട്, അതായത് ഒരു ബീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുത്തല്ല, പക്ഷെ എന്നാലും അതിനൊരു ഭയങ്കര ഒരു ഓളം ഉണ്ട്. ടിക് 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 ആ ഒരു ബീറ്റിനല്ലേ, കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ, ആ ഒരു ഫ്ലോ ഇതിനുണ്ട്. അവിടെ ആ ലിപ്സിംഗും കറക്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് അർമൻ പാടിയപ്പോ കറക്റ്റ് ആയിട്ട് അല്ലു അർജുൻ നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ട് അല്ലെ, വോയിസും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇങ്ങനെ കുറച്ച് നാൾക്ക് ശേഷമായിരിക്കും നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇങ്ങനെ ഇത്രയും ആഘോഷിക്കുന്നത് അല്ലെ. കാരണം അഡ്വർടൈസ്മെന്റ് എന്ന് പറയാൻ നമുക്കറിയാം ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും അതൊരു ഇത് എന്താ പറയുക, ചിലപ്പോ ഒരു സെക്കൻഡ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അറിഞ്ഞു ചെയ്തതാ. കാരണം എന്താ അറിയോ, ഒന്ന് നമ്മള് എന്താ പറയാ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അല്ലെങ്കിൽ നോർത്തിൽ പോലും എല്ലാവർക്കും നല്ലോണം അറിയുന്ന ഒരു ആക്ടർ, സ്റ്റൈലിഷ് ആക്ടറാണ് അല്ലു അർജുൻ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അർമാൻ മാലിക് അത്യാവശ്യം എല്ലാ ഭാഷയിലും പാടുന്നൊരു സിംഗറാണ്. അത് കൂടാണ്ട് അവരെയും കൂടി കൊണ്ടുവന്നു അല്ലെ, ആ ഒരു മ്യൂസിക് ബാൻഡിനെയും കൂടി കൊണ്ടുവന്നപ്പോൾ നമ്മൾ നേരത്തെ 7 പേരെന്ന് പറഞ്ഞു, ഇപ്പൊ അത് 6 പേരെ കണ്ടിട്ടുണ്ടോ, ഇനി 6 പേര് തന്നെയാണെന്ന് അറിയില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും 6 പേരാന്ന് തോന്നുന്നു, നമുക്ക് അതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ടിട്ടാണ്. പക്ഷെ കണ്ടിട്ടുണ്ട് എവിടേക്കോ, ഇതുപോലെ എന്തെങ്കിലും കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് എന്താ പറയാ കൊറിയൻ റിലേറ്റഡ് ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ കാണുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അത്രയ്ക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ എല്ലാരെയും കൂട്ടിച്ചേർത്ത് തന്നെ അവരുടെ ലക്ഷ്യം തന്നെയാണ് മാക്സിമം ഹിറ്റ് ആവുക. അപ്പൊ നല്ല അഡ്വർടൈസ്മെന്റ് ആയിരിക്കുമല്ലേ, സംഭവം നന്നായിട്ട് ക്ലിക്ക് ആവും. അതുകൊണ്ട് നമ്മൾക്ക് തന്നെ റിയാക്ട് ചെയ്യാൻ തോന്നി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. പിന്നെ നമുക്കറിയാം അല്ലു അർജുന്റെ ഡാൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അപ്പൊ അതുപോലെ മാത്രല്ല അവര് അതിന്റെ അകത്ത് ആ ഒരു സാമി സ്റ്റെപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും എന്താ പറയാ അല്ലു അർജുൻ ഇപ്പോ എന്താ പറയാ നമ്മള് പെട്ടെന്ന് സാമി അല്ലെങ്കിൽ എന്താ പറയാ പുഷ്പ, അതാണ് കാരണം 2ാം ഭാഗം കൂടി വരുന്നുണ്ട്. ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എന്താ പറയാ ഏകദേശം ആ ഒരു ഹെയർ സ്റ്റൈലിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, ആ ഒരു മുടിയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും പൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സജഷൻ ചെയ്തവർക്ക് നന്ദി, കാരണം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു, മിസ് ചെയ്യുമായിരുന്നു ചിലപ്പം, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റി അല്ലെ. സോ ഇത്രയൊക്കെയുള്ള നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട്. അപ്പോ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.